ലാമൻ സൊല്യൂഷൻ്റെ US സോഷ്യൽ സയൻസ് ക്ലാസ്സിലെ മിഡീവൽ ഇന്ത്യയുടെ പാർട്ട് 2ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മധ്യകാല ഇന്ത്യയിൽ മുഗൾ ഭരണത്തെക്കുറിച്ച് പഠിച്ചു. മുഗൾ ഭരണം എങ്ങനെയാണ് ഇവിടെ സ്ഥാപിതമായതെന്ന് പഠിച്ചു. അക്ബറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഗൾ സൈന്യത്തെക്കുറിച്ചാണ്. മുഗൾ ആർമി എങ്ങനെയായിരുന്നു മുഗൾ ആർമി ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം ആയിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം മുഗൾ ഭരണത്തിലെ ഏറ്റവും മഹാനായ ചക്രവർത്തി ആരാണ്? നേരത്തെ ക്ലാസ് നമ്മൾ പഠിച്ചു. ആരാണ്? അക്ബർ ദ ഗ്രേറ്റ് ആണ് അല്ലേ. അദ്ദേഹമാണ് മുഗൾ ഭരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും നമ്മുടെ സാമ്രാജ്യത്തെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സൈനിക സമ്പ്രദായം കൊണ്ടുവന്നതിൽ പ്രധാന വ്യക്തിയായിരുന്നു അക്ബർ. അങ്ങനെ അക്ബർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി സമ്പ്രദായം എന്ന് പറഞ്ഞത്. അപ്പം മുഗൾ പീരീഡിലെ മുഗൾ സൈന്യത്തെക്കുറിച്ച് പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു ടേമാണ് മൻസബ്ദാരി സമ്പ്രദായം. മൻസബ്ദാരി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു സൈനിക സമ്പ്രദായമാണ്. ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? അക്ബറാണ് മൻസബ്ദാരി സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ മൻസബ്ദാരി സിസ്റ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൻസബ്ദാരി സിസ്റ്റത്തിൽ ആ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ പറയുന്നത് മൻസബ്ദാർ എന്നാണ്. മൻസബ്ദാരി സിസ്റ്റത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ പറയുന്നത് മൻസബ്ദാർ എന്നാണ്. ഈ മൻസബ്ദാർ എന്ത് ചെയ്യണം? ഒരു പ്രത്യേക എണ്ണം സൈന്യത്തെ അവരുടെ കീഴിൽ പരിപാലിക്കണം. അതായത് മൻസബ്ദാരി സമ്പ്രദായത്തിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ മൻസബ്ദാർ എന്ന് പറയുന്നത്. ഈ മൻസബ്ദാറിൻ്റെ കീഴിൽ ഒരു സൈന്യം ഉണ്ടായിരിക്കണം. ഒരു നിശ്ചിത എണ്ണം സൈന്യത്തെ അവർ പരിപാലിക്കണം. ഈ ഉദ്യോഗസ്ഥർ പരിപാലിക്കേണ്ട ഈ കുതിരസേനയുടെ അല്ലെങ്കിൽ ആ സോൾജേഴ്സിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ മൻസബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പഠിച്ചത് മൻസബ്ദാരി സിസ്റ്റം, അതിൽ മൻസബ്ദാർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പഠിച്ചു, മൻസബ് എന്ന് പറഞ്ഞാൽ ആരാന്ന് പഠിച്ചു. മൻസബ്ദാരി സമ്പ്രദായം ഒരു സൈനിക വ്യവസ്ഥയാണ്. അതിലും ഓരോ മൻസബ്ദാറും അവരുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ പരിപാലിക്കണം. ആ കൃത്യമായിട്ടുള്ള എണ്ണം, ആ സൈനികരുടെ അല്ലെങ്കിൽ കുതിര പടയാളികളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൻസബ് എന്ന് പറയുന്നത്. മുഗൾ ആർമി പറയുമ്പം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് മൻസബ്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ ഓരോ മൻസബ്ദാർക്കും റാങ്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഓരോ മൻസബ്ദാർക്കും ഒരു നിശ്ചിത പദവി ഈ ചക്രവർത്തി നൽകും. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ കീഴിലുള്ള മൻസബിൻ്റെ അടിസ്ഥാനത്തിൽ. എന്താണ് മക്കളെ മൻസബ്? മൻസബിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൻസബ്ദാർക്ക് റാങ്ക് നൽകിയത്. മൻസബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനികരുടെ എണ്ണമാണ്. ഓരോ മൻസബ്ദാറിൻ്റെ കീഴിലുള്ള സൈനികരുടെ എണ്ണത്തെയാണ് മൻസബ് എന്ന് പറയുന്നത്. ഈ മൻസബ് ഈ സൈനികരുടെ എണ്ണത്തിൻ്റെ, ആ സൈന്യത്തിൻ്റെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ മൻസബ്ദാർക്കും റാങ്ക് നൽകിയത്. ആരാണ് ഈ റാങ്കൊക്കെ നൽകുന്നത്? ആരാണ്? ചക്രവർത്തിയാണ്. ഇനി ഇവർക്ക് ശമ്പളം നൽകണ്ടേ? ഇവർ ഈ ചെയ്യുന്ന സൈനിക സേവനത്തിന് പകരം നമ്മൾ സാലറി നൽകണ്ടേ? ഇന്നത്തെ പോലെ ആയിരുന്നു അന്നത്തെ സാലറി? അല്ല. അവർക്ക് സാലറി ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് ഭൂമിയാണ്, ലാൻഡാണ് ഇൻസ്റ്റെഡ് ഓഫ് സാലറി ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭൂമിയാണ് ചക്രവർത്തി ഇങ്ങനെ ഈ മൻസബ്ദാർക്ക് പതിച്ച് നൽകുന്നത്. അപ്പോൾ ഓരോ മൻസബ്ദാരിലും എന്തുണ്ടായിരിക്കും? ഇങ്ങനെ സാലറി ആയി കിട്ടുന്ന ഭൂമി ഉണ്ടായിരിക്കും. ഈ ഭൂമിയുടെ അധികാരം ആർക്കാണ്? ഈ മൻസബ്ദാർക്കായിരിക്കും. അതായത് ആ ഭൂമിയിലെ ലാൻഡിലുള്ള ടാക്സ് കളക്ട് ചെയ്യുന്നത്, നികുതി പിരിച്ചെടുക്കുന്നതൊക്കെ ആരാണ്? അപ്പം ഈ മൻസബ്ദാറാണ് ഭൂമിയിലെ നികുതിയൊക്കെ പിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന നികുതി, ആ നികുതിയിൽ ലഭിക്കുന്ന വരുമാനത്തിലൂടെയാണ് ഈ ഓരോ മൻസബ്ദാറിൻ്റെ കീഴിലും ആരൊക്കെ ഉണ്ട്? സൈനികരില്ലേ, അവരെ പരിപാലിപ്പിച്ചിരുന്നത്. അപ്പം ഈ ഒരു സംവിധാനം ഭാരവാഹികളുടെയും സൈന്യത്തിൻ്റെയും പിന്തുണയൊക്കെ ഉറപ്പാക്കാൻ ചക്രവർത്തിക്ക് സാധിച്ചു. അതായത് നമ്മൾ പഠിച്ചത് മുഗൾ സൈന്യത്തെക്കുറിച്ചിട്ടാണ്. മുഗൾ സൈന്യം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യമാണ് മൻസബ്ദാരി സമ്പ്രദായം. മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ അവരായിട്ട് പരിപാലിപ്പിക്കണം. ഈ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ മൻസബ്ദാർ എന്ന് പറയും. അവർ പരിപാലിക്കേണ്ട നിശ്ചിത എണ്ണം സൈനികരെ നമ്മൾ മൻസബ് എന്ന് പറയും. ചക്രവർത്തി ഇവർക്ക് സാലറി നൽകിയത് എന്താണ്?
എന്താ സാലറി ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്? ഭൂമിയാണ്. ആ ഭൂമിയിൽ ഉള്ള ഫുൾ അധികാരം അല്ലെങ്കിൽ ആ ഭൂമിയിൽ ഫുൾ പവർ ആർക്കായിരിക്കും? ഈ മൻസബ്ദാർക്കാണ്. അവിടുത്തെ ടാക്സ് ഒക്കെ കളക്ട് ചെയ്യുന്നത് ആരാണ്? മൻസബ്ദാറാണ്. ഇങ്ങനെയാണ് ഒരു സൈനിക പിന്തുണ ആര് ഉറപ്പാക്കിയത്? അക്ബർ ചക്രവർത്തി ഉറപ്പാക്കിയത്. അപ്പോൾ നമ്മൾ മുഗൾ സൈന്യത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, മുഗൾ ഭരണരീതി എങ്ങനെയായിരുന്നു എന്നാണ്. അതായത് ഭരണം കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറായിട്ട് രൂപീകരിച്ചു. അഡ്മിനിസ്ട്രേഷനെ നിരവധി ഘടകങ്ങളായിട്ട്, അതായത് കുറേ സ്ട്രാറ്റകളായിട്ട് അദ്ദേഹം വിഘടിക്കുകയാണ്. അതെങ്ങനെയാണ് നോക്കൂ ഇവിടെ. അതായത് ഏറ്റവും താഴ്ന്നതിൽ ഗ്രാമം, ഗ്രാമത്തിന് ശേഷം പർഗാന, പർഗാനയ്ക്ക് ശേഷം സർക്കാർ, എന്നെ ഏറ്റവും മുകളിലായിട്ട് ആരാണ്? സുബ. ഇത് നമുക്ക് ഇന്നത്തെ കേസുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ വില്ലേജായിട്ട് കണക്കാക്കുക. പർഗാന എന്ന് പറഞ്ഞാൽ ജില്ലയായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുക. സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനമായിട്ട് റിലേറ്റ് ചെയ്യുക. സുബ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്റർ, അതായത് നമ്മുടെ കേന്ദ്രം, അങ്ങനെ റിലേറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഓർമ്മയിൽ വരും. അതായത് മുഗൾ ഭരണത്തെ നമ്മൾ എടുക്കുമ്പോൾ മുഗൾ ഭരണം കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അക്ബർ ചക്രവർത്തി എന്ത് ചെയ്തു? അതായത് ഭരണഘടനാ സംവിധാനം സുലഭമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിരവധി സ്ട്രാറ്റകളാക്കി ഫോം ചെയ്തു. അതെങ്ങനെയാണ്? 4 എണ്ണമായിട്ടാണ് ലഭിക്കുന്നത്. ഏതാണ്? ഗ്രാമ, പർഗാന, സർക്കാർ, സുബ, ഇങ്ങനെയായിട്ടാണ് ഉള്ളത് സ്ട്രക്ചർ. അത് ആലോചിക്കുക. ഏറ്റവും താഴെ ഗ്രാമ, പർഗാന, സർക്കാർ, സുബ എന്നിങ്ങനെയായിട്ടാണ് ഉള്ളത്. ഇനി ഈ എല്ലാത്തും എങ്ങനെയൊക്കെ എന്താ പറയുക രൂപീകൃത സ്ട്രക്ചറൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അധിപൻ ആരായിരുന്നു? ചക്രവർത്തി ആയിരുന്നു. അതായത് സൈന്യത്തിൻ്റെ അധിപനായിരുന്നു, നിയമനിർമ്മാതാവായിരുന്നു, എല്ലാത്തിനുപരി ഒരു സുപ്രീം അതോറിറ്റി ആയിരുന്നു. ആര്? നമ്മുടെ ചക്രവർത്തി. അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? ചക്രവർത്തിയാണ് എല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കോടതികൾ, കോർട്ടൊക്കെ ഉണ്ട്. എന്നാൽ മുഗൾ പീരീഡിൽ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ കോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ദർ വേർ നോ സെപ്പറേറ്റ് കോർട്ട് ലൈക്ക് ടുഡേ. ഇന്നത്തെ പോലെയുള്ള ഒരു കോടതിയോ ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ കോടതിയിൽ പോകുന്നു, നമ്മൾ പോലീസിൻ്റെ അടുത്ത് പോകുന്നു. ഇതിനെല്ലാം നമുക്ക് അതിൻ്റേതായ സൊല്യൂഷൻ കണ്ടെത്തി തരാൻ ഒരു അതോറിറ്റി ഉണ്ട്, അല്ലേ? അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ പരിഹരിച്ചിരുന്നത് മതപണ്ഡിതന്മാരായിരുന്നു. ആരാ മക്കളെ? റിലീജിയസ് സ്കോളേഴ്സ് ആയിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പം, ഓരോ തർക്കങ്ങളൊക്കെ വരുമ്പം അതിന് പരിഹാരം കണ്ടെത്തിയത്, അല്ലെങ്കിൽ പരിഹാരത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള ചർച്ചകൾ ഇതൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് പ്രാദേശിക മതപണ്ഡിതന്മാരായിരുന്നു. ഇവരെ നമ്മൾ പറയുന്ന പേര് ഗാസി എന്നാണ്. അതായത് ഈ ലോക്കൽ ഗാസി എന്ന് പറഞ്ഞാൽ റിലീജിയസ് സ്കോളേഴ്സ്, അതായത് മതപണ്ഡിതന്മാരാണ്. ഈ മതപണ്ഡിതന്മാരാണ് ഇത്തരത്തിലുള്ള നിരവധി തർക്കങ്ങളൊക്കെ നടക്കുമ്പം ആ തർക്കങ്ങൾ പരിഹരിച്ചിരുന്ന പ്രധാന വ്യക്തികൾ ആരാണ്? മതപണ്ഡിതന്മാരായിരുന്നു. പ്രാദേശികമായിട്ടുള്ള ഈ മതപണ്ഡിതന്മാരാണ് ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ചിരുന്നത്. എന്നാൽ ചില തർക്കങ്ങളൊന്നും ഈ മതപണ്ഡിതന്മാരുടെ കയ്യിൽ ഒതുങ്ങില്ല. അല്ലെങ്കിൽ നമുക്ക് അതിന് സംതൃപ്തി ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് ചക്രവർത്തിക്ക് പരാതി നൽകാനുള്ളൊരു സംവിധാനം കൂടി അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ ചക്രവർത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രിമാരും നിരവധി വകുപ്പുകളൊക്കെ ഉള്ള മേധാവികളൊക്കെ ഉള്ള ഒരു അഡ്മിനിസ്ട്രേഷനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കറിയാം അല്ലേ, നിരവധി അഡ്മിനിസ്ട്രേഷൻ തലങ്ങളായിട്ടാണ് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തെ ആയാലും നമ്മുടെ ജില്ലയായാലും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ, നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ ആയാലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ അന്നത്തെ ഏകാധിപതി അല്ലെങ്കിൽ അന്നത്തെ മേധാവി ആരാണ്? എല്ലാം ആരുടെ കൺട്രോളിലായിരുന്നു? ചക്രവർത്തിയുടെ കൺട്രോളിലായിരുന്നു. സൈന്യം മാത്രമായിരുന്നോ? അല്ല. അന്നത്തെ ഓരോ കാര്യം സൈനികപരമായാലും നിയമപരമായാലും ഫുൾ മേധാവിത്വം ആർക്കായിരുന്നു? ചക്രവർത്തിക്കായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകരം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിലൊക്കെ ഉപദേശിക്കാനും സഹായിക്കാനും വേണ്ടിയിട്ട് നിരവധി വകുപ്പുകളും ആ വകുപ്പുകളിൽ മേധാവികളും ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അപ്പം ഇത്രയാണ് എന്തിൽ പറയുന്നത്, ഭരണത്തിൽ പറയുന്നത്, ദ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നത്. മുഗൾ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും ആ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അക്ബർ നിരവധി ഘട്ടങ്ങളാക്കി. എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ്റെ വിവിധ തലങ്ങളാക്കിയത്? എങ്ങനെയാണ്? ഗ്രാമം, ശേഷം പർഗാന, പിന്നീട് സർക്കാർ, ഏറ്റവും മുകളിൽ സുബ എന്ന് പറയുന്നത്. ഗ്രാമ, പർഗാന, സർക്കാർ ആൻഡ് ദെൻ സുബ എന്നിങ്ങനെയായിട്ടാണ് അക്ബർ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് വിവിധ ഘടകങ്ങളാക്കി മാറ്റിയത്. പിന്നെ ഇതിൻ്റെ എല്ലാം അധിപൻ ആരായിരുന്നു? ചക്രവർത്തി തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥ വൃന്ദം, മന്ത്രിമാരൊക്കെ അടങ്ങുന്ന ഒരു അഡ്മിനിസ്ട്രേഷനും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ പോലെ കോടതി ഒന്നും ഉണ്ടായിരുന്നോ മക്കളെ? ഇല്ല, കോടതി ഇല്ല. പകരം ഓരോ പ്രശ്നങ്ങൾ വരുമ്പം ആ തർക്കങ്ങൾക്കൊക്കെ പരിഹാരം ആരാ ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രാദേശികമായിട്ടുള്ള മതപണ്ഡിതന്മാരായിരുന്നു. അവരെ നമ്മളൊരു പേര് വിളിച്ചല്ലോ, പ്രാദേശിക മതപണ്ഡിതന്മാരെ നമ്മൾ ലോക്കൽ ഗാസി എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കുന്നത്. ഇനി നമ്മൾ അവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു, മുഗൾ പീരീഡിലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സമൂഹത്തെ വിവിധ തട്ടുകളായിട്ടാണ് അന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നത്. സൊസൈറ്റീനെ മൊത്തത്തിൽ നിരവധി സ്റ്റാറ്റസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിൽ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും, എന്നാൽ ഏറ്റവും ഉയർന്ന ഏറ്റവും മുകളിൽ ആരായിരിക്കും? നിങ്ങൾക്കറിയാം ആരായിരിക്കും? രാജാക്കന്മാരും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സൊസൈറ്റിയെ നിരവധി സ്ട്രാറ്റാസായി ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ സാധാരണക്കാരായ ജനങ്ങളായിരുന്നു, ഏറ്റവും മുകളിൽ ആരായിരുന്നു? രാജാക്കന്മാരായിരുന്നു. ഇനി സാധാരണക്കാരുടെയും എല്ലാവരുടെയും മിക്കമായിട്ടുള്ള ഒക്യുപ്പേഷൻ, അവരുടെ ജീവിത സാഹചര്യം, അവരുടെ ജീവിതം നിലനിന്ന് പോന്നിരുന്നത് കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ടുള്ള ആളുകളും കർഷകരായിരുന്നു. അതുകൊണ്ട് അവിടെ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ കൃഷിയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓരോ ജാതിക്കും സ്വന്തമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച പ്രധാനപ്പെട്ട ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഇന്ത്യയെ സന്ദർശിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ എന്ന് പറയുന്ന വ്യക്തി. അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട പേരാണ് ടവർണിയർ. അദ്ദേഹം ഒരു ഫ്രഞ്ച് ട്രാവലർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുകയും നമ്മുടെ സമൂഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. ഇനി പറയുന്നത്, നമ്മൾ പറഞ്ഞു ഇവിടെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഓരോ കാസ്റ്റിൽ പെട്ട വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ആചാരം അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത്. ഈ ഒരു കാലഘട്ടത്തിൽ ഭക്ഷണം, വസ്ത്രം, ജീവിത രീതി എന്നിവയിലൊക്കെ ഓരോ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് റീജിയണൽ ഡിഫറൻസ് എന്തിലൊക്കെ കാണാൻ പറ്റി? ഫുഡ്, ഡ്രസ്സ്, ലൈഫ് സ്റ്റൈലൊക്കെ കാണാൻ പറ്റിയിരുന്നു. ദർ വേർ റീജിയണൽ ഡിഫറൻസ് ഇൻ ഫുഡ്, ഡ്രസ്, ലൈഫ് സ്റ്റൈൽ. ഇതിലൊക്കെ എന്ത് കാണാൻ പറ്റി? നമുക്ക് പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കൃഷി ആണ് അവിടെ ഉണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഈ കൃഷിയുടെ വളർച്ച, അഗ്രികൾച്ചറുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തും കൂടി ഇൻക്രീസ് ചെയ്യും? ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. അതായത് അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് കൂടെ ഇൻസ്റ്റഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ്? ട്രേഡും അതേപോലെ അർബനൈസേഷനാണ് അല്ലേ? കൃഷി വളരുമ്പോൾ നമ്മൾ എന്തിലേക്ക് കടക്കും? വ്യാപാരത്തിലേക്ക് കടക്കും. അങ്ങനെ വ്യാപാരം എല്ലാം വളരുമ്പോൾ നമ്മൾ എന്തിലേക്ക് കടക്കും? നഗരവൽക്കരണത്തിലേക്ക് കടക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു കച്ചവട കവാടമായിരുന്നു ഗുജറാത്ത് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കച്ചവട കവാടമായിരുന്നു ഗുജറാത്ത്. ഈ വിദേശത്തിൽ നിന്നും കൊണ്ടുവരുന്ന വ്യാപാര വസ്തുക്കൾ അതെല്ലാം എത്തിച്ചൊരു പ്രധാന കവാടമായിരുന്നു ഗുജറാത്ത്. ഇനി മേജറായിട്ട് നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നത് നൂൽ വസ്ത്രങ്ങൾ, മസ്ലിൻ, ഷുഗർ, റൈസ് എന്നിവയായിരുന്നു. പഞ്ചസാര, അരി, നൂൽ വസ്ത്രം ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ മുഗൾ ഭരണത്തിൽ ഈ ഒരു സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനമായ കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു നെല്ല്, ഗോതമ്പ്, കരിമ്പ്,
പരുത്തി, ബാർലി എന്നൊക്കെ തുടങ്ങിയവ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകളായിരുന്നു. ഇത്രയും കാര്യമാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെ പഠിച്ചു? നമ്മൾ സാമൂഹ്യ സ്ഥിതി പരിശോധിക്കുമ്പോൾ സമൂഹം നിരവധി ഘട്ടങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ. സമൂഹം എന്ന് പറയുമ്പം ഏറ്റവും താഴെക്കെട്ടിൽ ആരായിരുന്നു? കർഷകരായിരുന്നു. ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ആരായിരുന്നു? രാജാക്കന്മാരായിരുന്നു. പ്രധാനമായിട്ടുള്ള ഫോറിൻ ഗുഡ്സ് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു കവാടമായിരുന്നു ഗുജറാത്ത് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, ലാഹോർ, സൂററ്റ്, ആഗ്ര. ഏതൊക്കെയാ മക്കളെ പ്രധാന നഗരങ്ങൾ? ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഈ പ്രധാന നഗരങ്ങൾ ഏതാണെന്നുള്ളത് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ധാക്ക, മുർഷിദാബാദ്, ലാഹോർ, സൂററ്റ്, ആഗ്ര. ഇതാണ് പ്രധാന നഗരങ്ങൾ. എന്നാൽ ഇന്ന് ഇത് നിലനിൽക്കുന്ന രാജ്യം ഏതാണ് എന്നതാണ് ഈ ടേബിള്. ഈ ടേബിൾ ഒന്ന് നമുക്ക് നോക്കാം. ധാക്ക എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു മുഗൾ ഭരണം ഏതൊക്കെ രാജ്യങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നതാണ്. നിങ്ങൾ എന്നെ ഒന്ന് ഓർത്തു നോക്കൂ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്നുള്ളത്. ഇനി ഈ നഗരങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. ധാക്ക എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. മൂർഷിദാബാദ് ഇന്ത്യയിലാണ്. ലാഹോർ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. സൂററ്റ് ഇന്ത്യയിലാണ്. ആഗ്ര എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ. ഇനി ഈ ഒരു സമയത്ത് ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ആ സമയത്ത് ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായിട്ടുള്ള റാൽഫ് ഫിച്ച് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികളും കാണാം. നോക്കിയ മക്കളെ, അന്നത്തെ കാലത്തെ നമ്മുടെ ഇന്ത്യയെ, ആഗ്രയെയും നമ്മുടെ ഫത്തേപൂർ സിക്രിയെയൊക്കെ കുറിച്ച് റാൽഫ് ഫിച്ച് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ എഴുതിയതാണ്. എന്താണ്? ലണ്ടൻ നഗരത്തേക്കാൾ വലുതായിരുന്നു അത്രേ നമ്മുടെ ആഗ്രയും ഫത്തേപൂർ സിക്രിയും ഒക്കെ. അപ്പം അത്രയും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ആ ഒരു സമയത്തുണ്ടായിരുന്ന വ്യാപാരത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമാകുന്നതാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. ഇനി അബുൽ ഫസൽ എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ ഓർക്കാതെ പോകാൻ പറ്റില്ല. മുഗൾ പീരീഡ് എടുക്കുമ്പം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബുൽ ഫസൽ. അദ്ദേഹം മുഗൾ ഭരണകാലത്തെ മുഖ്യമായിട്ടുള്ള ചരിത്രകാരനായിരുന്നു. അക്ബറിൻ്റെ ഉപദേശകൻ കൂടിയായിരുന്നു അദ്ദേഹം. പ്രധാനമായിട്ടൊരു കർത്താവായിരുന്നു. ധാരാളം ബുക്കുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐനി അക്ബരി. ഏതാണ്? ഐനി അക്ബരിയും അക്ബർ നാമ എന്ന് പറഞ്ഞ 2 ബുക്ക് ആരാണ് എഴുതിയത്? അബുൽ ഫസലാണ്. അബുൽ ഫസൽ എന്ന് പറയുമ്പോൾ അക്ബറിൻ്റെ ഉപദേശകനാണ്. അദ്ദേഹം എഴുതിയ 2 പ്രധാന ബുക്കാണ് ഏത്? ഐനി അക്ബരിയും അക്ബർ നാമയും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും പഠിച്ചിരിക്കണം. അപ്പം ഇത്രയാണ് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി നമ്മൾ പഠിച്ചത്. സൊസൈറ്റിനെ ഡിഫറെൻറ്റ് സ്ട്രാറ്റായിട്ട് ഡിവൈഡ് ചെയ്തു. ഏറ്റവും മുകളിൽ ആരാണ്? രാജാവ്. താഴെ ആരാണ്? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. കൃഷിയായിരുന്നു അവരുടെ തൊഴിലിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകം. പിന്നീട് വ്യാപാരം വർദ്ധിക്കുന്നു, നഗരവൽക്കരണത്തിലേക്കാകുന്നു. ഇനി ഇവരുടെ സാംസ്കാരിക സമന്വയം, കൾച്ചർ ഇൻ്റഗ്രേഷൻ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഇതിൽ ഈ സ്ലൈഡിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മഹാഭാരതത്തിൻ്റെ ഫ്രണ്ട് കവറാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ദാരാ ഷിക്കോ ആരാണ്? ഷാജഹാൻ്റെ മകനാണ് ദാരാ ഷിക്കോ. ഇത് പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ ട്രാൻസ്ലേറ്റ് ചെയ്ത പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം മുഗൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? കൾച്ചറിൻ്റെ ബ്ലെൻഡിങ് ആണ്, ഒരു ഇൻ്റഗ്രേഷനാണ് ഇവിടെ മനസ്സിലാവാൻ സാധിക്കുന്നത്. അപ്പം ദാരാ ഷിക്കോ പേർഷ്യയിലേക്ക് എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു? മഹാഭാരത ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിലൂടെ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് കൾച്ചറൽ ഇൻ്റഗ്രേഷനാണ്. ഈ കൾച്ചറൽ ഇൻ്റഗ്രേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇന്നും നമുക്ക് തെളിവുകളായിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് നിലനിൽക്കുന്ന ചില നിർമ്മിതികളുണ്ട്, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നിർമ്മിതികൾ. അതാണ് ശരിക്കും ഈ കൾച്ചർ ഇൻ്റഗ്രേഷൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയാം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, താജ്മഹൽ, ആഗ്ര ഫോർട്ട് ഉണ്ട്,
റെഡ് ഫോർട്ട് ഉണ്ട്. ഇതൊക്കെ എന്താണ് മക്കളെ? ഇതാണ് ശരിക്കും കൾച്ചറൽ ഇൻ്റഗ്രേഷൻ, സാംസ്കാരിക സമന്വയം. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ആർക്കിടെക്ചറൽ സ്റ്റൈലും പേർഷ്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലും കൂടിയുള്ള ഒരു ബ്ലെൻഡിങ് ആണ്. താജ്മഹലിൻ്റെ പ്രത്യേകത എന്താണ്? താജ്മഹൽ ശരിക്കും ഈ ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിളാണ്. അത് നമ്മുടെ ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലും പേർഷ്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലും കൂടിയുള്ള ഒരു ബ്ലെൻഡിങ് ആണ് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ടൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ മുഗൾ കാലഘട്ടത്തിലുണ്ടായ മിക്ക നിർമ്മിതികളും ഈ ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ന്യൂ ലാംഗ്വേജ് ആണ് ഉറുദു എന്ന് പറയുന്നത്. അതായത് പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും കൂടിയുള്ള ഒരു ഫ്യൂഷനാണ് ഉറുദു ലാംഗ്വേജ്. സോ ഉറുദു ലാംഗ്വേജ് ആണ് മുഗൾ പീരീഡിൽ ഫോം ചെയ്ത ന്യൂ ലാംഗ്വേജ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഏതൊക്കെ ഭാഷകൾ കൂടി ചേർന്ന ഉറുദു ലാംഗ്വേജ് ഉണ്ടായത്? പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും കൂടി ഉള്ളൊരു ഫ്യൂഷനാണ് ഉറുദു ലാംഗ്വേജ്. അപ്പോൾ ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ ഒരു ഭാഗമാണ് ഉറുദു ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിലെ കൾച്ചറൽ ഇൻ്റഗ്രേഷനിൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? ഹിന്ദുസ്ഥാനി മ്യൂസിക് പറഞ്ഞു, ഉറുദു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു, പിന്നെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഇന്ത്യൻ പേർഷ്യൻ കൂടിയുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈലായിരുന്നു. പിന്നെ ധാരാളം ഇത് പേർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സംസ്കാരത്തെ പറ്റി നമ്മൾ എടുക്കുമ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം ആണ് പഠിച്ചത്? മുഗൾ സൈന്യത്തെക്കുറിച്ച് പഠിച്ചു, മുഗൾ ഭരണരീതിയെക്കുറിച്ച് പഠിച്ചു, അവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ചു, കൾച്ചറൽ ഇൻ്റഗ്രേഷനെ കുറിച്ച് പഠിച്ചു. മുഗൾ സൈന്യത്തിൽ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം മൻസബ്ദാരി സിസ്റ്റമാണ് അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ മുഗൾ ഭരണരീതിയിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? മുഗൾ ഭരണരീതി അഡ്മിനിസ്ട്രേഷൻ നിരവധി ഘട്ടങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സൗകര്യത്തിന് വേണ്ടി ഗ്രാമം, പർഗാന, സർക്കാർ ആൻഡ് ദെൻ സുബ എന്ന രീതിയിലായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. ജാതി വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സമൂഹത്തിനെ സ്റ്റാറ്റസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും മുകൾ തട്ടിൽ ആരായിരുന്നു? രാജാവായിരുന്നു. ഏറ്റവും താഴെക്കെട്ടിൽ ആരായിരുന്നു? സാധാരണ ജനങ്ങളായിരുന്നു. കൃഷിയായിരുന്നു മെയിൻ ഓക്യുപ്പേഷൻ. കൃഷി വർദ്ധിച്ചതിലൂടെ നമ്മുടെ ട്രേഡ് ഉണ്ടായി, അർബനൈസേഷനിലേക്ക് വന്നു. മെയിനായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ മെയിൻ നഗരം ഏതൊക്കെയാണ്? ധാക്ക, മുർഷിദാബാദ്, ലാഹോർ, സൂററ്റ്, ആഗ്ര എന്നിവയായിരുന്നു. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച പ്രധാന വ്യക്തിയായിരുന്നു റാൽഫ് ഫിച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവരുടെ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ പഠിച്ചു. അതിന് എക്സാമ്പിളാണ് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ടൊക്കെ. എന്താ പ്രത്യേകത? പേർഷ്യനും ഇന്ത്യൻ സ്റ്റൈലും കൂടിയുള്ള ഒരു ബ്ലെൻഡാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഉറുദു ഭാഷയെ ഉണ്ടായി, ഒരു ന്യൂ ലാംഗ്വേജ് ഉണ്ടായി, ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഉണ്ടായി. ഇപ്പം ഇത്രയാണ് മുഗൾ ഭരണ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ.